ഹായ് ഗായ്സ്, വെൽക്കം ടു ഡ്രഗ്സ് ബൈ ശില്പ. നിങ്ങളിപ്പോൾ വിചാരിക്കണം എൻ്റെ മുടി എന്തെങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഞാൻ ജസ്റ്റ് കുളിച്ച് ഒന്ന് ഡ്രൈ ചെയ്തതാണ്, എല്ലാം കൂടി ഇമ്മാതിരി ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. ഇന്നിങ്ങനെ കുളിച്ചുകൊണ്ടിരുന്നപ്പം ജസ്റ്റ് ഒരു തോട്ട് വന്നു, ഒരു ലോങ് വീഡിയോ ചെയ്യാം. കുറേ നാളായില്ലേ, ഞാൻ ഭയങ്കര മടി. മെയിൻ കോസ് ഓഫ് ഞാൻ ചെയ്യാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് മടിയാണ്. എനിക്ക് ഭയങ്കര മടിയാണ്. ഇപ്പം ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ പോലും ജസ്റ്റ് റാൻഡം സാധനങ്ങൾ എടുത്ത് എഡിറ്റ് ചെയ്തിട്ടാൽ മതിയല്ലോ. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ എടുക്കണം. അതെനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ അതുപോലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ എവിടെയാണോ ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ ക്യാമറ പിടിച്ചുകൊണ്ട് എല്ലാം ഫോട്ടോസ് എല്ലാം ക്യാപ്ചർ ചെയ്തത്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു മൊമെൻറ്റിൽ എന്താണോ സംഭവിക്കുന്നത് അതിൽ ജീവിക്കുക, ആ ഒരു ഇതിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഞാനിപ്പം ലോങ് വീഡിയോസ് ചെയ്യാൻ എനിക്ക് മടിയും. ആൻഡ് സെക്കൻഡ് റീസൺ ഇസ് ദിസ്. അപ്പം എന്തായാലും മടി മാറ്റി വെച്ചിട്ട് ഞാൻ വീണ്ടും എൻ്റെ യൂട്യൂബ് വീഡിയോസിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു. ഓക്കെ, അതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് ഇതിനെ കാണുക. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാനും ഇന്ദു എന്ന് പറയുമ്പം എൻ്റെ കൊളീഗാണ്. അപ്പം അവളുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പം അവൾക്കൊരു ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ ഞാനും കുറച്ച് നാളായി ഒന്ന് പുറത്തൊക്കെ പോവാം, ഞാനിപ്പോൾ മൈൻഡ് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാം, ഫുഡ് കഴിക്കാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോകുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ചിട്ട് വരാം. ഹായ് ഗായ്സ്, ഞാനങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ MOTയിൽ പോകണം. അവിടെ അവൾ വരും. അപ്പം നമുക്ക് അവിടുന്ന് ബാക്കി സ്ഥലങ്ങളിലൊക്കെ പോകാം. അങ്ങനെ ഞാൻ നേരെ ഊബർ എടുത്ത് MOTയിലേക്ക് പോവാണ്. ഞങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് സെയിം ടൈമിൽ തന്നെ അവിടെ എത്തി. അതുകൊണ്ട് പോസ്റ്റ് ആയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ചായയിൽ പോയി ഒരു ചായ വാങ്ങി. അതുപോലെ അവളൊരു കട്ടനും വാങ്ങി. ഞാൻ പിന്നെ പഴംപൊരിയും കട്ട്ലറ്റും. രാവിലെ ഒന്നും അധികം കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് റിഫ്രഷിങ് ആവാൻ വേണ്ടി ഒരു ചായ കുടിച്ചു. അത് കഴിഞ്ഞ് ഒരു സംഭവമുണ്ട്. ചായ കുടിച്ച് കഴിഞ്ഞിട്ടും ഇവിടെ നോക്കാണിച്ച് ഫുള്ളായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിൽ പോയി കുറച്ച് ട്രയൽ സെക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ അവൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചു. എനിക്ക് ആക്ച്വലി ഈ ചെരുപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നേരെ സ്റ്റുഡിയോ ഒന്ന് പോയത് മാക്സിലേക്കായിരുന്നു. മാക്സിൽ ആക്ച്വലി വെറുതെ കയറിയതാണ്, ജസ്റ്റ് കളക്ഷനൊക്കെ എങ്ങനെയാണ് നോക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. എനിക്ക് പേഴ്സണലി ഒട്ടും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. എന്തോ എൻ്റെ ഒരു ടേസ്റ്റ് ഓഫ് സാധനങ്ങളില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ MOTയിൽ തന്നെ ഫുഡ് കഴിക്കാൻ കയറി. അവിടെ നമ്മൾ ആക്ച്വലി ഒരു 3 സ്പോട്ടിൽ നിന്ന് വാങ്ങാമെന്ന് വെച്ചു ഫുഡ്. ആദ്യം ഫട്ടൂറിന്ന് ഒരു റോൾ ഓർഡർ ചെയ്തു. പിന്നെ വാവ് മോമോസിൽ പോയി. അവിടെ നിന്ന് സ്റ്റീംഡ് മോമോസ്, കുറേ നാളെ മോമോസ് കഴിച്ചിട്ട് അങ്ങനെ മോമോസ് കഴിക്കാൻ പ്ലാൻ ഇട്ടു. അങ്ങനെ മോമോസ് ഓർഡർ ചെയ്തു. പിന്നെ നേരെ ചിക്കിങ്സിൽ നിന്ന് ഒരു പിസയും ഓർഡർ ചെയ്തു. അപ്പം പിന്നെ എനിക്ക് അവിടെ എപ്പോഴും MOTയിൽ പോകുമ്പോൾ കഴിക്കുന്ന ഒരു സാധനമാണ് അവിടുത്തെ ഷുഗർ കെയിൻ ജ്യൂസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ അവിടെ ആ പ്ലേയേഴ്സിലൊക്കെ കിടന്ന് ഷോയൊക്കെ കാണിച്ച് ഞാൻ നേരെ രാമചന്ദ്രയിൽ വന്ന് അവിടെ ഇങ്ങനെയുള്ള കുഞ്ഞു നല്ല ക്യൂട്ട് സാധനങ്ങൾ കണ്ടു. പിന്നെ ഞാൻ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു. അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനൊരു ഫ്രെയിം വാങ്ങി. അതവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സർപ്രൈസ് ആയിരുന്നു ആക്ച്വലി. നല്ല നമ്മുടെ രണ്ടുപേരുടെയും ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം. അത് രാമചന്ദ്രയിൽ തന്നെ ചെയ്തതാണ്. പെട്ടെന്ന് തന്നെ അവർ ചെയ്തു തരും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾക്കും ഭയങ്കര സന്തോഷമായോ? അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ മിനിസോയിലൊന്ന് കയറാമെന്ന് വെച്ചു. മിനിസോയിൽ ആക്ച്വലി ഒന്നും വാങ്ങാനല്ല, പക്ഷേ ഈ ക്യൂട്ട് സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു വാൾ പിക്ചർ കണ്ടു. സ്കൈ ഈസ് ദ ലിമിറ്റ്, നൈസായിട്ടുണ്ട്. പിന്നെ നമ്മൾ MOTയിൽ നിന്ന് നേരെ പോയത് കല്യാൺ സിൽക്സിലേക്കായിരുന്നു. ആഡി സെയിലല്ലേ, ഒന്ന് പോയേക്കാം. അപ്പം ആക്ച്വലി കല്യാൺ സിൽക്സ് ആഡി സെയിലൊന്നും നടക്കല്ലായിരുന്നു, ചുമ്മാ ജസ്റ്റ് നമ്മൾ അവർക്കൊരു ബ്ലൗസ് പീസ് മേടിക്കണമായിരുന്നു.
അങ്ങനെ റണ്ണിങ് മെറ്റീരിയൽ സൈഡിലൊന്ന് പോയി ജസ്റ്റ് ഒന്ന് വായി നോക്കി. അപ്പോൾ ദേ ഈ കുഞ്ഞു പാവകൾ കണ്ട് ഭയങ്കര ക്യൂട്ടല്ലേ, നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞു നമ്മൾ പാളയത്ത് വന്നു. പാളയത്ത് ആക്ച്വലി എനിക്ക് റൂമിൽ വെക്കാൻ വേണ്ടി ഫ്ലവേഴ്സ് മേടിക്കാൻ വന്നതാണ്. അങ്ങനെ ആ ഫ്ലവേഴ്സൊക്കെ മേടിച്ച് ഇങ്ങനെ നടന്നപ്പോൾ നമ്മൾ കുറേ കമ്മൽ വിൽക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ കമ്മലൊക്കെ വാങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഈ സ്ട്രീറ്റ് ഷെഫ് ഫുഡ് കോർണർ, അത് ആക്ച്വലി പേട്ട കഴിഞ്ഞ് പാറ്റൂര് മുമ്പാണ്. നല്ല ഒരു റിഫ്രഷിങ് മൊജിറ്റോ ഒക്കെ കുടിച്ചു. നമ്മൾ നേരെ റൂമിൽ വന്ന് ഈ സാധനങ്ങളെല്ലാം ഒരുമിച്ചായിപ്പോയി. ഹൗ വാസ് യുവർ ഡേ? Good day. സന്തോഷമായോ? Yeah. ബർത്ത്ഡേ ആയിട്ട് സന്തോഷമായോ? Actually, tomorrow is my birthday. Tomorrow is my birthday. Okay. പറയൂ. പറ കേക്കട്ടെ. Thank you so much, Shilpa. Have a nice day. പോവാണോ? ഓക്കെ ഗായ്സ്, നമ്മൾ ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഇന്ദു വീട്ടിൽ പോയി. അപ്പം ഇനി എനിക്കൊന്ന് ഫ്രഷ് ആയിട്ട് കിടന്ന് ഉറങ്ങണം. കാരണം ഇന്ന് നല്ല ട്രാവലിംഗ് ആയിരുന്നു. ആക്ച്വലി നമ്മളിന്നൊരു 11 മണി തൊട്ട് ഒരു 3:30-4 മണി വരെ നമ്മൾ മുകളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കല്യാണിൽ വന്ന് പിന്നെ പാളയത്തൊക്കെ ഒന്ന് ഇറങ്ങി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ചെത്തി. അപ്പം തന്നെ ഒരു ഓൾമോസ്റ്റ് 6 മണി കഴിഞ്ഞു. അപ്പം ആക്ച്വലി നല്ല ദിവസമായിരുന്നു. കാരണം അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റി. പിന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഐ സോ എൻജോയ്ഡ് മൈ ഡേ സോ മച്ച്. അത്രേ ഉള്ളൂ. ബൈ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം.